A patient with chronic alcohol abuse is admitted with liver failure. Nurse monitor the blood pressure because of which change that is patients associated with the liver failure. എന്നാണ് ക്വസ്റ്റ്യൻ. അതിനകത്ത് പേഷ്യന്റിന് എന്തായിട്ടാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ലിവർ ഫെയിലർ ആയിട്ടാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. നഴ്സ് ബ്ലഡ് പ്രഷർ നോക്കി ഇതിനകത്ത് ഏത് ചേഞ്ച് ആണ് ലിവർ ഫെയിലറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, ഹൈപ്പോ ആൽബുമിനീമിയ. അതായത് ഇവിടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലിവർ ഫെയിലർ ആണല്ലോ. ലിവർ ഫെയിലറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ലബോറട്ടറി ചേഞ്ചസ് ആണ്. ആൽബുമിൻ അവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? കുറഞ്ഞു പോകും. അപ്പം ലിവർ ഫെയിലറിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആൽബുമിൻ അവിടെ കുറഞ്ഞു പോകുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഹൈപ്പോ ആൽബുമിനീമിയ എന്ന് പറയുന്നത്. ആൽബുമിൻ ആണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലുള്ള ഓൺകോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ആൽബുമിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, assessing the stoma of the patient with a healthy, well-healed colostomy, you should expect the stoma to appear. Option A, pale, pink and moist, red and moist. Option C, dark or purple colored. Option D, dry and black. ഇതിൽ ഏതാണ് നമ്മൾ ഒരു കൊളോസ്റ്റമി ചെയ്ത്, അതായത് ഒരു വെൽ ഹീൽ ആയിട്ടുള്ള ഒരു കൊളോസ്റ്റമിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട സ്റ്റോമയുടെ അപ്പിയറൻസ് എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. കൊളോസ്റ്റമി ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോമയുടെ നോർമൽ സ്റ്റോമയുടെ കളർ എന്ന് പറയുന്നത് എപ്പോഴും ഏതാണെന്ന് വെച്ചാൽ റെഡ് ആൻഡ് മോയിസ്റ്റ് കളറാണ് നോർമൽ സ്റ്റോമയുടെ കളർ എന്ന് പറയുന്നത്. ബാക്കി ഈ പറയുന്ന എന്താണ് പെയില് പിങ്ക് എന്നൊക്കെ പറയുന്നത് അത് എന്താണ് HB കുറയുന്നതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഡ്രൈ ആൻഡ് ബ്ലാക്ക് എന്നൊക്കെ പറയുന്നത് ആ സൈഡിൽ ടിഷ്യൂ നെക്രോസിസ് ആവുന്നതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഒരു കൊളോസ്റ്റമി കഴിഞ്ഞ ഒരു പേഷ്യന്റിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റോമയുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഏതാണ്? റെഡ് ആൻഡ് മോയിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കെയറിംഗ് ഫോർ എ പേഷ്യന്റ് വിത്ത് സിഗ്മോയിഡ് കൊളോസ്റ്റമി യു ഷുഡ് എക്സ്പെക്ട് ദ സ്റ്റൂൾ ഫ്രം ദിസ് കൊളോസ്റ്റമി ടു ബി ഓപ്ഷൻ എ ഫോംഡ്, ഓപ്ഷൻ ബി സെമി സോളിഡ്, ഓപ്ഷൻ സി സെമി ലിക്വിഡ്, ഓപ്ഷൻ ഡി വാട്ടറി. സിഗ്മോയിഡ് കൊളോസ്റ്റമി കഴിഞ്ഞ ഒരു പേഷ്യന്റിൽ എങ്ങനെയുള്ള സ്റ്റൂൾ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാണ് അറിയേണ്ടത്. അപ്പം ഇതിനകത്ത് കൊളോസ്റ്റമി ഒക്കെ ചെയ്യുമ്പം നമ്മൾ എങ്ങനെയാണ് അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, പിന്നെ അതാണ് ഡിസെൻഡിങ് കോളൻ, സിഗ്മോയിഡ് കോളൻ. അപ്പം ഇവിടെ നമ്മൾ ആ ഒരു അനാട്ടമിയുടെ ആ ഒരു ഇതിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് ഏത് ഭാഗത്താണ്? അസെൻഡിങ് കൊളോസ്റ്റമിയിലാണ്, അല്ലെങ്കിൽ അസെൻഡിങ് കോളനിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫീക്കൽ മാറ്റർ എന്ന് പറയുന്നത് എപ്പോഴും വാട്ടറി ആയിരിക്കും വരുന്നത്. ഇനി ട്രാൻസ്വേഴ്സ് കോളനിൽ വരുമ്പോഴത്തേന് അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെമി ലിക്വിഡ് ആയിരിക്കും ട്രാൻസ്വേഴ്സ് കോളനിൽ വരുന്നത്. എന്നാൽ എന്താണ് ഡിസെൻഡിങ് കോളനിൽ വരുമ്പോഴത്തേന് അത് എന്തായി മാറും? സെമി സോളിഡും. നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്ന സിഗ്മോയിഡ് കൊളോസ്റ്റമിയിൽ വരുമ്പോഴത്തേന് അത് ഏതായിട്ട് മാറും? ഫോംഡ് സ്റ്റൂളുമായിട്ട് മാറും. ഇത് ഇങ്ങനെ പഠിച്ചു വെക്കണം.